കേരളത്തെ ആകെ ഉലച്ച ADM നവീൻ ബാബുവിന്റെ മരണക്കേസ് CBIക്ക് വിട്ടതിന് പിന്നാലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന പുതിയ പ്രതികരണവുമായി CPM നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ പൂർണ്ണമായും പിന്തുണച്ചും അന്തരിച്ച നവീൻ ബാബുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുമാണ് പത്തനംതിട്ടയിലെ മുതിർന്ന CPM നേതാവ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ADM നവീൻ ബാബുവിന്റെ മരണക്കേസ് CBIക്ക് വിട്ടുകൊടുത്ത് സർക്കാർ ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് പത്തനംതിട്ടയിലെ മുതിർന്ന CPM നേതാവ് PP ദിവ്യയ്ക്ക് അനുകൂലമായി പരസ്യ നിലപാടുമായി രംഗത്തെത്തിയത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PP ദിവ്യയെ പൂർണ്ണമായും പ്രതിരോധിച്ചാണ് സംസാരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാതെ കടന്നു ചെന്നു എന്നൊരു സാങ്കേതികമായ തെറ്റ് മാത്രമാണ് PP ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഹർഷകുമാർ അവകാശപ്പെടുന്നു. ദിവ്യ അവിടെ പ്രസംഗിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ജീവനെടുക്കാൻ മുതിരില്ലെന്നും ദിവ്യ തെറ്റുകാരി അല്ലെന്നുമാണ് നേതാവ് വ്യക്തമാക്കുന്നത്. വിവാദങ്ങൾക്ക് കാരണമായ പെട്രോൾ പമ്പിന്റെ ഫയൽ നീക്കത്തെക്കുറിച്ചും ഫേസ്ബുക്ക് കുറിപ്പിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് PP ദിവ്യ മുൻപ് നവീൻ ബാബുവിനോട് ശുപാർശ ചെയ്തിരുന്ന കാര്യമാണിത്. എന്നാൽ മാസങ്ങളോളം ആ ശുപാർശയിൽ യാതൊരു തീരുമാനവും എടുക്കാതിരുന്ന ADM പിന്നീടൊരു സുപ്രഭാതത്തിൽ പെട്രോൾ പമ്പ് വിഷയത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. നവീൻ ബാബു അഭിലഷണീയമായ മാർഗത്തിലൂടെയാണ് ഈ അനുമതി നൽകിയതെന്ന് ദിവ്യ അറിഞ്ഞിരുന്നുവെന്നും ഹർഷകുമാർ കുറിച്ചു. പ്രസംഗമല്ല, മറിച്ച് ADMന്റെ ഉള്ളിലുണ്ടായ ചിന്തകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നേതാവിന്റെ നിഗമനം. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ കടുത്ത കുറ്റബോധം മാത്രമാണെന്നാണ് ഹർഷകുമാർ ഫേസ്ബുക്കിൽ എഴുതിയത്. സ്വന്തം ജില്ലയിലെ മുതിർന്ന നേതാവിൽ നിന്ന് തന്നെ നവീൻ ബാബുവിനെതിരെ ഇത്തരമൊരു പരസ്യമായ കുറ്റപ്പെടുത്തൽ ഉണ്ടായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. കേസന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയ സർക്കാർ നടപടിയെയും ഈ വിവാദത്തിൽ മാധ്യമങ്ങൾ തുടരുന്ന ഇടപെടലുകളെയും കടുത്ത ഭാഷയിലാണ് PB ഹർഷകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിക്കുന്നത്. കേവലം ഒരു അന്വേഷണം കൊണ്ട് യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കേസ് CBIക്ക് വിട്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെന്ന് നേതാവ് തുറന്നടിക്കുന്നു. ADMന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്നാണ് ഹർഷകുമാറിന്റെ പക്ഷം. ഔദ്യോഗിക കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കാലതാമസമോ ഉണ്ടായാൽ ജനപ്രതിനിധികളോ ഭരണകർത്താക്കളോ അത് ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമായൊരു ഭരണ നടപടി മാത്രമാണെന്നും അദ്ദേഹം ഓർപ്പിച്ചു. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിഷയത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകളും പശ്ചാത്തലവും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പ്രശ്നങ്ങളെ വളരെ വൈകാരികമായി മാത്രമാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും സമീപിക്കുന്നതെന്ന് ഹർഷകുമാർ ആരോപിച്ചു. ഒരു ഭാഗം മാത്രം കേട്ട് മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വസ്തുതകൾ കൂടുതൽ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ മരിച്ച സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കാണുന്നതിന് പകരം സാമൂഹിക മാധ്യമങ്ങളും ജനങ്ങളും വൈകാരികമായി പ്രതികരിക്കുന്നത് ശരിയായ പ്രവണത അല്ലെന്ന് ഓർപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ദാരുണാന്ത്യം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഈ വിഷയമുണ്ടാക്കിയ തീപ്പൊരികൾ ഒടുങ്ങുന്നില്ലെന്ന് മാത്രമല്ല, പുതിയ വെളിപ്പെടുത്തലുകളോടെ അത് കൂടുതൽ ശക്തി ആർജിക്കുകയുമാണ് ചെയ്യുന്നത്. കേസ് CBIക്ക് വിട്ട സർക്കാർ നടപടിക്ക് തൊട്ടു പിന്നാലെ സ്വന്തം പാർട്ടി നേതാവിൽ നിന്ന് തന്നെ ഉയരുന്ന പരസ്യ പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് PB ഹർഷകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് CPMനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. കണ്ണൂരിലെ നേതാവായ PV സന്ധ്യയെ വെള്ളപൂശാൻ പത്തനംതിട്ടയിലെ നേതാവ് തന്നെ രംഗത്തിറങ്ങിയത് പാർട്ടിക്കുള്ളിൽ പുകയുന്ന അസംതൃപ്തിയുടെ തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി കഴിഞ്ഞു. കേസ് CBIക്ക് വിട്ട സാഹചര്യത്തിൽ CBI അന്വേഷണം കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന ഭരണകക്ഷി നേതാവിന്റെ പ്രസ്താവന വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആയുധമാകും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ പാർട്ടി ഭയപ്പെടുന്നു എന്ന ചോദ്യം പ്രതിപക്ഷ കക്ഷികളിൽ ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. മരണപ്പെട്ട ഉദ്യോഗസ്ഥനെ വീണ്ടും പ്രതികൂട്ടിലാക്കുകയും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം അഴിമതി പുറത്തായതിലുള്ള കുറ്റബോധമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ നീക്കത്തിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബവും പൊതുസമൂഹവും കടുത്ത അമർഷത്തിലാണ്. വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും ഈ പ്രസ്താവന വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.